ഹലോ, ഇന്ന് നമ്മൾ സ്ട്രോബെറി ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടപ്പെടും. ഇപ്പം നമുക്ക് സ്ട്രോബെറീസ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എല്ലാ മെഷർമെൻറ്റ്സും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇത് ബേക്കൊന്നും ചെയ്യേണ്ട, കുക്ക് ചെയ്യേണ്ട. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ഇതിനായി നമുക്ക് കുറച്ച് മാരി ബിസ്ക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ പൊടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സിപ്ലോക്ക് ബാഗിലിട്ടും പൊടിക്കാം. എന്നിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് പൊടിക്കുക. നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് ചീസ് കേക്ക് എന്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ, ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മിക്സ് നമുക്ക് ഈ ചീസ് കേക്ക് സെറ്റ് ചെയ്യുന്ന മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളൊരു ലഞ്ച് ബോക്സ് പോലത്തെ എന്തെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അതിനകത്ത് ഈ ബിസ്ക്കറ്റ് മിക്സ് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് അത് നല്ല സെറ്റാക്കി വെക്കുക. എന്നിട്ട് അത് നമുക്കൊരു മണിക്കൂറോളം ഫ്രീസറിൽ ഒന്ന് വെക്കാം. അപ്പോൾ അത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് സെറ്റ് ചെയ്ത ബിസ്ക്കറ്റ് മിക്സ് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇതിന് വേണ്ട ചീസ് ക്രീം ഉണ്ടാക്കാം. അതിനായി നമുക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും അതിനകത്തേക്ക് ഒരു 100 ഗ്രാം ക്രീം ചീസ് ഉണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഞാൻ ഹോം മെയ്ഡ് ക്രീം ചീസാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ക്രീം ചീസ് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ല വിലയുണ്ട്. അതിൽ നിന്നല്ല നമുക്കൊരു 500 പാല് മേടിച്ചിട്ട് അതുകൊണ്ട് ക്രീം ചീസ് ഉണ്ടാക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത് കാണുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ. അപ്പം നമുക്ക് ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 100 ഗ്രാം ക്രീം ചീസ്, ദെൻ മധുരത്തിനായിട്ട് നമുക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇച്ചിരി ഒരു മധുരം കിട്ടണമെങ്കിൽ നമുക്ക് കൂടുതൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, കുറച്ച് ഷുഗർ പൗഡർ ആവശ്യമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ക്രീം ചീസിന് മധുരമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അത് നന്നായിട്ട് വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡ്, ക്രീം ചീസ് എല്ലാം കൂടി, ഷുഗർ പൗഡർ എല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ. അങ്ങനെ നമുക്ക് ക്രീം ചീസ് മിക്സ് ചെയ്ത നമ്മുടെ ക്രീം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈ ബിസ്ക്കറ്റ് മിക്സിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് ഞാൻ സ്ട്രോബെറി കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ സ്ട്രോബെറി കോമ്പൗണ്ട് റെസിപ്പി ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കാണണേ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അതിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ബിസ്ക്കറ്റ് മിക്സിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം നന്നായിട്ട് ഇട്ട് സെറ്റ് ചെയ്യാം. ക്രീമിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ സ്ട്രോബെറി കോമ്പൗണ്ട് മിക്സ് ചെയ്ത ചീസ് ക്രീം, കുറച്ച് സ്ട്രോബെറി കോമ്പൗണ്ട് മിക്സ് ആക്കി ഇതിൽ കുറച്ച് ഭാഗം ക്രീം എടുത്തിട്ട് സ്ട്രോബെറി കോമ്പൗണ്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ സെൻറ്ററിലായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്രീം നന്നായിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഫുൾ ക്രീം ഫില്ല് ചെയ്ത് നല്ല ലെവലാക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ സ്ട്രോബെറി കൊമ്പോട്ടാണ് കൊടുക്കുന്നത്. സ്ട്രോബെറി കൊമ്പോട്ട് നല്ല രസം, നല്ല റെഡ് കളറിൽ ആ വൈറ്റിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സാണ് അത് ഫില്ല് ചെയ്യാനായിട്ട്. അത് ഞാൻ 1/2 കപ്പോളം വീട്ടിൽ ചെയ്തതാണ് സ്ട്രോബെറി കൊമ്പോട്ട്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ചീസ് ക്രീമിൻ്റെ മേലെ നമുക്ക് സ്ട്രോബെറി കൊമ്പോട്ട് ഫില്ല് ചെയ്ത് അത് റെഡ് കളറിലായി നമുക്കത് നല്ല ലെവൽ ചെയ്ത് നമുക്കൊരു ക്ലിംഗ് റാപ്പ് ഇട്ട് ഫ്രീസറിൽ വെക്കാം നമ്മുടെ മോൾഡ്. അപ്പം ഒരു ഓവർനൈറ്റാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഒരു 5 hours ഡേ ടൈമിലാണെങ്കിൽ 5 hours ഫ്രീസ് ചെയ്തിട്ട് വെക്കാം. എന്നാലേ നന്നായിട്ട് കട്ട് ചെയ്ത് കിട്ടൂ. എനിക്ക് ഇത് ഡിമോൾഡ് ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ട് ഇത് പൊട്ടിപ്പോകുമെന്ന്. പക്ഷേ നല്ല പൊട്ടാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കളറിനേക്കാളും ഭയങ്കര അട്രാക്റ്റാണ്. നമുക്കിത് ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു മനസ്സിന് നല്ലൊരു ഹാപ്പിയാവും. അത്രയും രസമാണ് ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കുന്നത്.